നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ദൈവത്തേക്ക് ഇവിടുന്ന് ആരാധിക്കുമ്പോഴേ ഈ വടക്കേണ്ടിയിലൊക്കെ എത്ര എണ്ണമാ വിട്ടു നുറുക്കപ്പെടുന്നേ. യേശുവിന് വേണ്ടി ജീവരക്തം ഊറ്റുകയല്ലേ. കിട്ടിയതൊന്നും പോരെ നമുക്ക്. ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളെ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്മയിൽ ഒന്ന് കുറഞ്ഞാൽ സ്തോത്രം കുറയുന്നവരല്ലയോ നമ്മൾ? പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ലെന്നും പറഞ്ഞ് ആരാധന മുടക്കാറില്ലേ നമ്മൾ? ഒരാൾ മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മീയം പോയില്ലേ? പാസ്റ്റർ ഗൗനിച്ചില്ലെന്ന് പറഞ്ഞ് ആരാധന മുടക്കില്ലേ? ഇതാണോ ആത്മീയത? ഞാൻ പറഞ്ഞു, ഇവിടെ ഒന്ന് സിംഹഗർജനം പോലെ ഉയർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ക്യൂ നിന്നൊരു കാലഘട്ടമുണ്ട് ദൈവശബ്ദം കേൾക്കാൻ. നിങ്ങൾക്കറിയാം, ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനാ. ഭക്തി എന്താ? എല്ലാവരെക്കാളും ഒരു യേശുവിനെ സ്നേഹിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന കിട്ടുമോ കിട്ടാതിരിക്കുമോ എനിക്ക് പ്രശ്നമല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നീ എൻ്റെ ദൈവമാ. ഓ, ശക്തിയോട് കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചോണ്ട് പറ, പിശാചിനെ അറ്റട്ടെ. ഓ, ഉത്സവറിയാനാ, ഹല്ലേലൂയ. ബോഡാമ റഖാലബ ശംഭല റിയാനമ സന്ദന. ഇതിന് തത്തുല്യമായൊരു പാട്ട് മലയാളത്തിലുണ്ട്, നമ്മളൊക്കെ പാടും. എന്താ? ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും പാടികേ, കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും പാടികേ, കൈയടിച്ച. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലോ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടോ രക്ഷകനായി അന്യശ്വാസം വരെയോ, ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാവദർശിച്ചി ഭാഗ്യദേശോ, പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരാവദർശിച്ചി ഭാഗ്യദേശോ, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമാതുൽ, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമാതിൽ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ലോകത്തിൻ ബാലക കോമളത്തോ വസ്തുവകകൾ പൊന്നാണയങ്ങൾ, ലോകത്തിൻ പാലക കോമളത്തോ വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ അശ്വരാമാ മേലുള്ള യെരൂശലേം നിത്യഗൃഹോ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള യെരൂശലേം നിത്യഗൃഹോ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും
ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ലാഭമായി തീരും സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ. ലാഭമായി തീരുന്നു സമസ്തവും ഞാൻ കാഴ്ചയായി വയ്ക്കുന്നു തൃപാദത്തിൽ. അങ്ങ് പ്രത്യംഗമം ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൽ പുകഴ്ചയ്ക്കായി. അങ്ങ് പ്രത്യംഗമേ ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൽ പുകഴ്ചയായി. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ പാട്ട് എഴുതിയ ആരാന്നറിയാമോ? ആരാ ഈ പാട്ട് എഴുതിയേ? അന്നമാമൻ. എൻ്റെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. 22-ാമത്തെ വയസ്സിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പുരാതനത്വമുള്ളൊരു കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ച അപ്പൻ അറിയാതെ പോയി സ്നാനപ്പെട്ടു അന്നമാമൻ. അപ്പൻ അറിഞ്ഞപ്പോൾ കോപം കൊണ്ട് പറിച്ചു, അടിച്ചിറക്കി. പഴയ വീടുകളുടെയൊക്കെ മുമ്പിൽ എരുത്തിരികളുണ്ട്, എരുത്തിനോട് കച്ചിപ്പുരകളുണ്ട്, കച്ചിപ്പുരകൾ. അമ്മയോട് പറഞ്ഞു, വീട്ടിൽ കയറ്റരുത്, കച്ചിപ്പുര കിടന്നോട്ട്, പച്ചവെള്ളം ഇവിടുന്ന് കൊടുക്കരുത്, ഭക്ഷണവും കൊടുക്കരുത്, വിശന്ന് പൊരിയുമ്പം തിരിച്ചു വരുമെന്ന് പറഞ്ഞ്. ഒരാഴ്ച പട്ടിണി കിട്ടു. കച്ചിപ്പുര കിടത്തി. 22 വയസ്സ് പ്രായമുള്ള യുവതിയെ. അപ്പനെങ്ങാണ്ട് പോയ തക്കം നോക്കി വേലക്കാരിയുടെ കൈവശം ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ഇല പോലും വിടാതെ കൈകൊണ്ട് കുറെ ചോറ് വാരിയിട്ട് പട്ടിക്ക് കൊടുക്കുന്ന പോലെ വേലക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടു. മോക്ക് അമ്മ അപ്പം കാണരുത്, പേടിക്കും. ഇത് ഒരാഴ്ച പട്ടിണി കിടന്ന്, ആദ്യമായി പട്ടിണി കിടന്ന് അന്നമാമൻ ഈ പൊതി തുറന്ന് നോക്കി, ഉപ്പ് പോലും ഇല്ല, പച്ചച്ചോറ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാര ഒഴുകി. ഈ ചോറിനോടൊപ്പം കണ്ണുനീര് കൂട്ടി വായിലോട്ട് വെക്കുമ്പം ഈ പാട്ട് ദൈവം കൊടുത്തു. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീ ഞാൻ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും ഞാൻ ക്രൂശെ നോക്കി യാത്ര തുടരും. എന്തൊരു ഗംഭീര എഴുത്താപ്പാ! ഓ, ലോകമാം ഗംഭീര, ലോകമാം ഗംഭീര വാരിതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യാവീടൊന്നുണ്ടാവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ. അപ്പൊ വിചാരിച്ച പട്ടിണി കിട്ടാൽ ഈ മാർഗം ഉപേക്ഷിച്ച് പെണ്ണുങ്ങി വരുമെന്ന്. അപ്പൻ തള്ളിയ അന്നമാമിനെ ദൈവം കൈവിട്ടില്ല. കൈയൊന്നുയർത്തിയ ദൈവത്തിന് സ്തോത്രം പറ. സമുദായക്കാരൊക്കെ തള്ളിയ നമ്മളെ കർത്താവ് കൈവിട്ടില്ല, നമ്മുടെ തലമുറയെ കൈവിട്ടു. അന്നമാമിനെ ദൈവം ലോകം മുഴുവൻ അയച്ചു. ഇവിടുത്തെ മലയാളികൾ പലരും അമേരിക്കയിൽ ചെല്ലും മുമ്പ് അന്നമാമൻ അമേരിക്കയിൽ മിഷണറിയായി എത്തി. സായിപ്പന്മാരുടെ നടുവിൽ ഓസ്ട്രേലിയയിലെത്തി, ഫ്രാൻസിലെത്തി. ഈ കേരളക്കരയിൽ നിന്ന് ലോകത്തിന് 5 വൻകരയിലേക്ക് ദൈവരെ അയച്ചു. ഇതുപോലെ അനേക ഗാനങ്ങൾ അവരെഴുതി. ലക്ഷം ലക്ഷം ദൂതർ സേവിത. ഓ, എന്തോ പാട്ടൊക്കെയാ.
അങ്ങനെ അന്നമ്മാമൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കൂ, അമേരിക്കയിലൊരു വലിയ യോഗം നടത്തുമ്പോൾ ജന്മന അന്ധയായിരുന്ന 13 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചിൻ്റെ കണ്ണേശു തുറന്നു. അവിടെ കണ്ണ് തുറന്നു. വിസിബിളായ, ചുമ്മാ തട്ടിമുട്ടിയുള്ള വിടുതലൊന്നും അല്ല, അന്ന് വിസിബിൾ. ആ കുഞ്ഞിന് 20 വയസ്സായപ്പോൾ അവിടെ അമ്മയ്ക്ക് തോന്നി, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച അന്നമ്മ മാമൻ, അവിടെ കല്യാണ ദിവസമായി, അന്നമ്മ മാമന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഒരു കെട്ടുകഥ പറയാമല്ലോ ഇവിടെ നിന്ന്. അന്നമ്മ മാമൻ്റെ നമ്പറില്ല അന്ന്. നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ ടെലഫോൺ, അഡ്രസ്സ് പോലും അറിയില്ല. ആകെ അറിയാം കേരളത്തിൽ നിന്ന് വന്നൊരു മിഷണറി. പക്ഷെ അവർക്ക് ആഗ്രഹം എങ്ങനെങ്കിലും ഈ കൊച്ചിൻ്റെ കല്യാണ സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. സോദരം, അവരും പിന്മാറിയില്ല. അവരെന്നറിയാം, ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി പൊതിഞ്ഞു. എന്നിട്ട് അഡ്രസ്സ് എഴുതി. ആരുടെ പേർക്കാണെന്നറിയാമോ? അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേർക്ക് ഒരു കത്ത് എഴുതിയാച്ചാ, മഹദിയുടെ രാജ്യത്ത് നിന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു മിഷണറി വന്നു. അവരുടെ പേരാണ് അന്നമ്മ മാമൻ. അവർ പ്രാർത്ഥിച്ചപ്പോൾ 13 വയസ്സ് പ്രായമുള്ള ജന്മന അന്ധയായ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണേശു തുറന്നു. എങ്ങനെ കരയാതെ പ്രസംഗിക്കും. ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ വിവാഹ ദിനമാ. ഒരു ഗിഫ്റ്റ് കൊടുക്കണം അന്നമ്മ മാമന്. നിർവാഹമില്ല, ഭവതിയുടെ പേർക്ക് അയക്കുന്നു. ഇത് കൈമാറണം. ഗിഫ്റ്റ് ഡൽഹിയിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം നോക്കിയിട്ട് പെന്തക്കോസുകാരോട് അന്വേഷിച്ചു. തിരുവനന്തപുരത്ത് വന്നു, കേരളത്തിൽ വന്ന്, തിരുവനന്തപുരത്ത് വന്നു, കുമ്പനാട് വന്നു. അന്നമ്മ മാമൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അറിഞ്ഞു തൻ്റെ രാജ്യത്തൊരു മിഷണറി വനിതയുണ്ട്. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഇങ്ങനെ മുണ്ടു മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് അടികൊണ്ട് ഒക്കെ വളർന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ഞാനീ പറയുന്നതിൽ നിങ്ങളെന്നോട് പിണങ്ങരുത്. കുറേ അഹങ്കാരികളും കുറേ കസേരമോഹികളും കുറേ അധികാരമോഹികളും ഇതിനെ തകർത്തുകൊണ്ടിരിക്കുക. ഇതായിരങ്ങൾ ജീവരക്തം ഊറ്റി പണിത പ്രസ്ഥാനങ്ങൾ. ദൈവം നട്ടതിനെ ദൈവം വളർത്തും. ഇന്ന് രാവിലെ ഇവിടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് അന്യവാഹോഷ റഖമ സഥിനി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചികൾക്ക് പറ, ദുഷ്ടപിശാചേ, നിന്നെ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ എൻ്റെ ദൈവം തകർക്കും, തകരും. എൻ്റെ കർത്താവിൻ്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ, വിശ്വാസത്തോടെ, അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, അവൻ തോറ്റവനാ, യേശു ജയിച്ചവനാ. ഭക്തി അകത്തുള്ളവൻ യേശുവിനെ വിട്ടുമാറാൻ കഴിയില്ല. യഥാർത്ഥ ഭക്തരായി നമുക്ക് മാറാം. ദൈവത്താലും മനുഷ്യനാലും പിശാചിനാലും ഭക്തനെന്ന സാക്ഷ്യം കൈക്കൊണ്ട ഒരുവനുണ്ടായിരുന്നു. ആരാ? ഉറക്കെ പറ. യോബിന്റെ പുസ്തകം 1:1 പെട്ടെന്ന് വായിച്ചു. ജോബ് ചാപ്റ്റർ 1 verse 1. യെസ്. അപ്പം അവനെക്കുറിച്ച് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നു. ഇതാര് പറഞ്ഞതാ? ഇത് പരിശുദ്ധാത്മാവാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞതാ. പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ, അല്ലാതെ പേരെഴുതിയവരല്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞവൻ ഭക്തനാ. സമയമില്ലാത്തതുകൊണ്ട് 6-ാം വാക്യം വായിച്ചു. 6-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. 1:1 ഒരു ദിവസം ദൈവപുത്രന്മാർ യെസ് യെസ് എന്തോ ദൈവമക്കളെ, നമ്മൾ ആരാണെന്നൊന്ന് മനസ്സിലാക്കണം.
കർത്താവ് അങ്ങോട്ട് ചോദിക്കുക എന്തേലും, ഇവൻ ഇങ്ങോട്ട് പറയുമ്പോൾ നീ എൻ്റെ ദാസനായ യോബിമേ. ഇന്ന് രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാൻ, സാത്താൻ നിന്നെ നോട്ടം ഇടുമ്പോഴേ വിവര സ്വർഗത്തിലെത്തും. കൈയടിച്ചോ, ശക്തിയോടെ ആലോചിച്ചോളാം. നിന്റെ തലമുറയെ അവൻ നോട്ടമിടുമ്പോളെ, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കുമ്പോളെ വിവര സ്വർഗം അറിഞ്ഞിരിക്കും. എന്റെ ദാസനായവൻ ദൈവമേൽ ദൃഷ്ടി വെച്ചോ. അമ്പുരാൻ പറഞ്ഞു, സിമോനെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടെന്ന് സാത്താൻ ആലോചന ചോദിച്ചു. നിന്റെ വിശ്വാസം പോതിരിപ്പാൻ ഞാൻ വിട്ടുകൊടുത്തില്ല. നമ്മളെ വിട്ടുകൊടുക്കാത്ത കൃപ. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അവനെ പോലെ, വായിച്ചു വാരാ സിസ്റ്ററെ, ആരെങ്കിലും വായില്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. അപ്പം ഈയോ ഭക്തനാണെന്ന് രണ്ടാമത് ആരാ പറഞ്ഞേ? പിതാവാം ദൈവം. ഒന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുവൻ ഭക്തനാണ്. ദൈവം തമ്പുരാൻ പറഞ്ഞു ഭക്തനാ. സാക്ഷിവാ. അപ്പോൾ എന്താ പിശാച് പറഞ്ഞേ? സാധാരണ ഒരു നല്ല കാര്യം ആരെക്കുറിച്ചും പറയാത്തവൻ ആര്? ആരാ വായിക്കുന്നവൻ? അത് അപ്പൊ സാത്താനും എന്തോ സമ്മതിച്ചു പാസ്റ്ററേ? അവൻ ഭക്തനാണ്. ഭൂമിയിൽ ആരെക്കുറിച്ച് നല്ലത് പറയാത്തവൻ ആരാ? എൻ്റെ ഭക്തന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദി. ഈ ചില ആളുകൾക്കും ഈ സ്വഭാവമുണ്ട്. ആരെക്കുറിച്ച് അവർ നല്ലത് പറയത്തില്ല. അങ്ങനെയുള്ളവരിൽ ഈ ലഗിയോൻ കയറിയിരിക്കാന്ന് ഓർത്തോണം. നല്ല പ്രസംഗം കേട്ടാലും അതിലെ കുറ്റം ഉണ്ടോന്നാ വിട്ടുപിടിക്കുന്നത്. എന്താ കുറ്റം? നാളിൽ ആരാണ്ട് പറഞ്ഞില്ല, നോക്കുന്നു നല്ല വിദ്യ, പക്ഷെ അവിടെ കുത്തുണ്ടെന്ന്. നമ്മുടെ ഈ നെഗറ്റീവ് ആത്മാവാണ് നമ്മുടെ ഇവിടെല്ല. അതായത് ഇപ്പം ഒരു സായിപ്പ് മാതാമ കേരളത്തിൽ വന്നെന്നിരിക്കട്ടെ, ഒരു ഷൂ മാർട്ടിൽ ചെന്നാൽ അവരൊരു ഷൂ ചോദിച്ചു. അവിടെ ചെന്നപ്പം നമ്മുടെ നാട്ടിൽ, അമേരിക്കയിലാണെങ്കിൽ അവർ ഷൂ ചോദിച്ചാൽ അവർ പറയും, സോറി ഇവിടുത്തെ ഷൂ അവിടുത്തെ കാലിന് ചേരുന്നല്ല, ഇവിടെ ഷൂ ആണ് കുറ്റം പറയും. ഇവിടെ വന്നാൽ പറയും, ആ തള്ളേ നിങ്ങളുടെ കാലിന് ഇവിടുത്തെ ഒന്നും ചേരത്തില്ലെന്ന് പറയും. നിങ്ങളുടെ കാലിന് അവിടാണ് ഷൂവിൻ്റെ കുഴപ്പമാണ്, ഇവിടാണ് നമ്മുടെ ഇതുപോലെ. 1.5 മണിക്കൂർ പ്രസംഗത്തിൽ എന്തോ ഉണ്ട്. ആരാണ്ട് പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും പ്രസംഗം തെറ്റിയാൽ അറിയാം. DL മൂഡി എന്ന് പറഞ്ഞ ഭക്തൻ 10 കോടി ആളുകളെ നരകത്തിൽ നിന്ന് വലിച്ചെടുത്തവനാണ്. അദ്ദേഹത്തിൻ്റെ അടുക്ക് ഒരാൾ എന്ന് പറഞ്ഞു, DL മൂഡിയുടെ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ ഗ്രാമർ ഇല്ലെന്ന്. എന്തോ ഇല്ലെന്ന് വെച്ചാൽ ഗ്രാമറില്ലെന്ന്. DL മൂഡി പറഞ്ഞാൽ ഗ്രാമറില്ലാത്ത ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ ഇത്രയും പേരെ യേശുവിനായി നേടി, നിന്റെ ഗ്രാമർ കൊണ്ട് നീ എന്നാ നേടി? ആരെക്കുറിച്ച് നല്ലത് പറയില്ല. അത് ഞാൻ പറയാം എപ്പോഴാന്ന്, അടുത്ത് വരാമെന്നുണ്ട്. അവൻ പോലും പറഞ്ഞു, എന്തോ പറഞ്ഞു, ഒന്ന് പറയുന്ന അച്ചായന്മാരെ, എനിക്ക് ഒത്തിരി ബഹുമാനമുണ്ട്. എന്ത് അനുഗ്രഹിക്കപ്പെട്ട, എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ കരയും. ഈ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ കാണുമ്പോൾ. അത് പിന്നെ പറയാം, എത്ര അനുഗ്രഹമാണ് അവർ നമ്മുടെ മുമ്പ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എനിക്കൊന്നും ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയും അപ്പച്ചന്മാരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. ആരെക്കുറിച്ച് നല്ലത് പറയാത്ത സാത്താനും പറഞ്ഞുവന്, പക്ഷെ എൻ്റെ കാരണവും പറഞ്ഞു. അത് പിന്നെ പറയാം. പിന്നെ ആരൊക്കെയാ പറഞ്ഞ അയ്യോ ഭക്തനാണെന്ന്? അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നിന്റെ ഭക്തി നിന്റെ ആശ്രയം അല്ലേ. ഇനി ആര് പറഞ്ഞു ഭക്തനാന്ന്? ഉറക്കെ പറയുന്നേ. അതാ സാക്ഷ്യം, അതാ സാക്ഷ്യം. അത് കിട്ടാനാ പാട്. ഞാൻ ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ പിന്നെ വില കൊടുക്കുന്നത് ഈ സാക്ഷ്യത്തിനാ. ഏത് സാക്ഷ്യത്തിന്? ഭാര്യയുടെ സാക്ഷ്യത്തിന്. ഈ വേദവസം പറയുന്ന ദൈവദാസ, മാനാപമാനങ്ങൾ, ദുഷ്കീർത്തി സൽകീർത്തി, പൗലോസ് പറഞ്ഞതാ. ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. അപ്പം ഈ ശുശ്രൂഷയിൽ മാനമുണ്ട്, അപമാനമുണ്ട്, ദുഷ്കീർത്തിയുണ്ട്. കുറച്ച് പേര് ഭീമോനച്ചൻ നല്ലവനാന്ന് പറയും, കുറേ പേര് കൊള്ളത്തില്ലെന്നും. അങ്ങനായത് നിന്നെക്കുറിച്ച് നാട്ടുകാരെന്തൊക്കെ പറയും, അതൊന്നുമല്ല പ്രശ്നം. ഭീമോനച്ചൻ ഭക്തനാണെന്ന് ചിലപ്പം പലരും പറയും, നല്ല പ്രശ്നം. ഇതൊന്നും അല്ല. എൻ്റെ പെണ്ണും പിള്ളയും പിള്ളേരും എന്നെക്കുറിച്ച് എന്നാ പറയും, അതാ സാക്ഷ്യം.
മനസ്സിലായോ? അവർക്കല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്നേ. നമ്മൾ മലയാളി, അതാ നമ്മൾ മലയാളികൾ ഒരാളെ കുറിച്ച് നല്ലത് എപ്പോഴാണ് പറയുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ. ഓടിയാകണം. ചത്ത് കിട്ടിയാച്ചാ നമ്മളെ ഇവരെല്ലാം പൊക്കും. ഞാൻ പറയും, ഇതേലെ 10 വാക്ക് പുള്ളി ജീവനോടിരിക്കുമ്പം പറഞ്ഞായിരുന്നേ ഉടനെയൊന്നും പുള്ളി ആകത്തില്ലായിരുന്നു. ജീവനോടിരിക്കുമ്പം വേദനയും ദുഃഖവും അപമാനവും നൽകും. ചത്ത് കിട്ടിയാൽ പൊക്കും. ഈ കേരളത്തിൽ ഇപ്പം ദൈവം ഒത്തിരി അധികം കല്യാണം നടത്തുന്ന ആളാണ് ഞാൻ. അതോടൊപ്പം ശവോടൊക്കെ വരാറുണ്ട്. ഞാനങ്ങ് ഒഴിവാക്കും. കാരണം രാവിലെ പോയാൽ നമ്മൾ തളഞ്ഞു വീണാലും കൊണ്ടടക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ മതി. വെച്ചിരുന്ന് എന്തൊക്കെയായി പറയുന്നത്, വരുന്നവനും പോകുന്നവനും എല്ലാം. പെന്തക്കോസുകാരൻ്റെ അടക്കത്തിന് 2 കാര്യമായിരുന്നു. ഇത് പഴയ സഭയുടെ കൂടെ പറയണമല്ലോ. 1 അനുസ്മരണം, 2 വചനശുശ്രൂഷ. അനുസ്മരണം, വചനശുശ്രൂഷ, ഇത് 2 ഉള്ളൂ. TPM കാർഡ് ഉപയോഗം നോക്ക്. ഇതിപ്പോൾ അനുസ്മരണം പോയി, അനുശോചനം പോയി, ഇപ്പോൾ ആശംസകളൊക്കെ ആയത്. വരുന്നവനും പോകുന്നവനും ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണം. 10 മിനിറ്റ് 20 മിനിറ്റ് വചനം പറയാതില്ല. ഇരിക്കുന്നവൻ തലന്ന് വീണാലും കൊണ്ട് അടക്കത്തില്ല. വരുന്നവനും പോകുന്നവനും എല്ലാം എന്താ പറയുന്നത്. ഇന്നാൾ ഞാൻ സെൻട്രൽ പാസ്റ്റാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ഞാൻ വരും, അതിനുശേഷം അവിടെ ഇത്രയും കൂടുതൽ വെക്കരുത്. ഇതൊക്കെ പോകുന്നുണ്ടല്ലോ കേട്ട്. അപ്പോൾ ഈ നാളെ ഞാൻ ഉടത്തി വന്നിരുന്നപ്പം വന്നവരെല്ലാം അങ്ങ് പറയാം. അന്നേരത്തെ ഒരാൾ പറയാം, എനിക്ക് ഈ അച്ഛനോട് വലിയ പരിചയമൊന്നുമല്ല, എനിക്കില്ല. പരിചയമില്ലാത്തവന് ഇതിനെ കൊടുത്ത് വലിയ പരിചയമൊന്നുമില്ല, പക്ഷെ ഞാനിത് വഴി പോകുമ്പോൾ അച്ഛൻ വെള്ളം അടിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന്. പുള്ളി പാവപ്പെട്ടവൻ ചെടിക്ക് വെള്ളം ഒടിക്കുന്ന കാര്യമായി പറഞ്ഞു. ഓസ് കൊണ്ട് വെള്ളം ഒഴിച്ച് വെള്ളം അടിക്കുന്ന കണ്ടെന്ന് പുള്ളി. അങ്ങനെ അങ്ങ് പറച്ചില്ല. അപ്പോൾ ഒരച്ചായം മരിച്ചു കിടക്കുക, ഒരു ചാക്കോച്ചായം മരിച്ചു കിടക്കുക. വന്നവരും പോകുന്നവരും വരുന്നവരും പോകുന്നവരും എല്ലാം അങ്ങ് വിശുദ്ധ. ഇതുപോലൊരു വിശുദ്ധനില്ലെന്നാണ് പറയുന്നത്. അങ്ങ് പൊക്കി അടിക്കുക. പറഞ്ഞിരിക്കുമ്പം പെണ്ണും പിള്ളയ്ക്കൊരു സംശയം. പുള്ളിക്കാരി മൂത്ത കൊച്ചനെ വിളിച്ചടാ, ജോണിക്കുട്ടി വന്ന് ശരിക്കൊന്ന് നോക്കടാ, നിന്റെ അച്ചായൻ തന്നെയാണോ ഈ ചത്ത് കിടക്കുന്നത്? കാരണം പുള്ളി അറിയാവുന്നേ. അമേരിക്കയിലൊരു ദൈവവിധ ദാസൻ മരിച്ചപ്പോൾ ജോൺ ഡാനിയൽ പറഞ്ഞു, ഈ അച്ചായൻ നമ്മളെ കൊണ്ട് വ്യാജം പറഞ്ഞില്ല. ഈ ഇതിനോടൊപ്പമൊക്കെ ചിന്തിച്ചോണം ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ട് കള്ളം പറഞ്ഞില്ല. നീ ഇവിടുന്ന് പോകുമ്പം നിന്നെക്കുറിച്ച് ആരും കള്ളം പറയരുത്. പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കണം. ഒന്ന് കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ അവസാനം പറയാൻ വെച്ചത് ഇടയ്ക്ക് കയറിയെന്ന് പറയട്ടെ. 100 കണക്കിന് വേദി ഞാൻ പറയും. അവൾ പറഞ്ഞു, ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് കയറി ഞാൻ പറയാം. ദൈവദാസന്മാരെ ഇങ്ങോട്ട് നോക്ക്, മാതാക്കളെ, പിതാക്കളെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങളിവിടുന്ന് കടന്നു പോയ ശേഷമോ നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണ എൻ്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ദൈവഭക്തനായിരുന്നു. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട. എവിടെയോ ഞാൻ പറഞ്ഞു, ഗാനവച്ചൻ്റെ അടക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടെ ഓവർസിയർ ആയില്ലേലും, സെക്രട്ടറി ആയില്ലേലും, പ്രസിഡന്റ് ആയില്ലേലും, ഖജാൻജി ആയില്ലേലും, സെൻട്രൽ പാസ്റ്റർ ആയില്ലെങ്കിലും, നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പം നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണ എൻ്റെ പപ്പ ഒരു ദൈവഭക്തനായിരുന്നു, എൻ്റെ മമ്മി ഒരു ദൈവഭക്തയായിരുന്നു. അതിനേക്കാൾ വലിയൊരു നേട്ടവും നമുക്ക് വേണ്ട. അങ്ങനെ നിന്റെ തലമുറ പറഞ്ഞെങ്കിൽ നീ രക്ഷപ്പെട്ടു. കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതോരോന്നും നമ്മുടെ മനസ്സിൽ കൊള്ളണം, അമ്പ് പോലെ തറയ്ക്കണം. പിശാചി പറഞ്ഞു അവൻ ഭക്തനാ. അതിന് കാരണം എന്താ? വായിച്ചോ. വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? വായിക്ക്. ആരാ വായിക്കുന്നേ? നീ അവനും അവൻ്റെ വീടിനും അവൻ്റെ സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അടുത്തത്, നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. മതി, ധാരാളമുണ്ട്. ചുമ്മാതല്ല, അവൻ ഭക്തനാ. പക്ഷെ കാരണം എന്താ? 1, നീ അവനും പറഞ്ഞാട്ടെ അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും
ഡിവൈൻ പ്രൊട്ടക്ഷൻ. പറഞ്ഞാട്ടെ, ദൈവിക സംരക്ഷണം. ഉറക്കെ പറ. നീ അവനൊരു വേലി, അവൻ്റെ കുടുംബത്തിനൊരു വേലി, അവൻ്റെ മക്കൾക്കൊരു വേലി എന്ന് പറഞ്ഞാൽ, അയ്യോ എൻ്റെ മകൻ ഒരുത്തൻ ഇന്തോനേഷ്യയിലുണ്ട്, അവിടെ ഒരു വേലി. സൗത്ത് ആഫ്രിക്കയിലുണ്ട്, അവിടെ ഒരു വേലി. കുവൈറ്റിലുണ്ട്, അവിടെ ഒരു വേലി. രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് മാത്രമല്ല ദൈവത്തിന്റെ സംരക്ഷണം. നിന്റെ മക്കൾ എവിടെ ഉണ്ടോ അവിടൊക്കെ സംരക്ഷണമുണ്ട്. കൈകൾ അടിച്ചാൽ മോബിൽ ദൈവത്തെ സുവിച്ചോ. ഓ ഷബ റകുനിയ, നിന്റെ തലമുറ എവിടൊക്കെ ഉണ്ടോ അവിടെല്ലാം ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ദൈവത്തിന്റെ വേലിയുണ്ട്. എത്ര വേലിയായി? 3 വേലി. യോബിന് ചുറ്റും ഒരു വേലി, അവന്റെ ഭവനത്തിന് ചുറ്റും വേലി, അവനുള്ളതിനൊക്കെ ഒരു വേലി. ഒന്ന്, തമ്പുരാനോട് പറയാ, നീ അവനെ സംരക്ഷിക്കുന്നു, ഡിവൈൻ പ്രൊട്ടക്ഷൻ. 2, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഡിവൈൻ ബ്ലെസ്സിങ്. നിന്റെ അനുഗ്രഹം അവൻ്റെ മേലുണ്ടെന്ന്, ദൈവാനുഗ്രഹം ഉള്ളവനാണെന്ന്. കണ്ടോ? ഒന്നാമത് പ്രൊട്ടക്ഷൻ, വേലി. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ വേലിയുണ്ട്. അല്ല നിർവാഹം ഉണ്ടായിരുന്നെ അവൻ കയറിയേനെ. അവൻ ചെന്ന് ചുറ്റും നോക്കി, ഒരു നിർവാഹമില്ലെന്ന് കണ്ടപ്പോഴാണ് അവൻ അനുവാദം ചോദിക്കാൻ വന്നത്. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കും ദൈവമക്കൾ ഓർത്തോണം, നീ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പരിഗണനയിലുള്ള വ്യക്തിയാണ്. നീ ദൈവത്തിൻ്റെ VVIP ആണ്. നിനക്ക് ചുറ്റും ചെറിയ വേലിയുണ്ട്. വെറും വേലിയല്ല, മുള്ളുവേലിയല്ല. അവൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുംപാമ്പിനെയും യേശുവിന്റെ നാമത്തിൽ നീ മെതിച്ചു കളയും. കൈകളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും നിനക്ക് ദോഷം ചെയ്യില്ല. എല്ലാവരും കർത്താവിനെ ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ പറ, എനിക്ക് ദൈവത്തിന്റെ വേലിയുണ്ടെന്ന് പറ. എൻ്റെ കുടുംബത്തിന് വേലിയുണ്ട്. എൻ്റെ തലമുറ മേൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. വെറും വേലിയല്ല, മുള്ളുവേലിയല്ല, തീമതിലായിരിക്കും. എന്താ തീമതിലെന്നറിയാമോ? വടക്കൻ മലബാറിലൊക്കെ പന്നി കയറും. ഇവിടൊക്കെ ഇറങ്ങാൻ തുടങ്ങി തോന്നുന്നു. പന്നി കയറി കൃഷി കളയാതെ തീപ്പാൽ അവർ ഈ കൃഷിയിടത്തിന് ചുറ്റും കമ്പിവേലി നാട്ടും. എന്നിട്ട് എർത്ത് വ്യാപരിപ്പിച്ചിടും. പന്നി ഇങ്ങോട്ട് വന്ന് വേലിയെ തൊടുകയെടുത്ത് ഒരൊറ്റ ഏറായിരിക്കും. കൃപയെ നിൽക്കുന്നവനെ തൊട്ടാൽ സാത്താൻ വിവരം അറിയും. ഈ പന്നിയുടെ ഒരു പ്രത്യേകത, ഒരിക്കൽ ഏറ് കിട്ടിയെന്നും പറഞ്ഞ് പിന്നെ വരാതിരിക്കത്തില്ല, ബോധമില്ല, പിന്നെയും വരും. അപ്പോഴും നീ ചാർജായിട്ട് കിടന്നോണം. ഈ വല്ലപ്പോഴും ചാർജ് ആകുന്നതുകൊണ്ടാണ് പന്നി കയറിയെല്ലാം മാന്തുന്നത്. വാസപ്രാർത്ഥന വരുമ്പോൾ ഒരു ചാർജിങ്. 24 hour നീ ചാർജായിരിക്കണം. പറയുന്ന വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കൃപയുള്ളവനെ തൊട്ടാൽ പിശാച് വിവരമറിയും. ചുമ്മാതെ പ്രസംഗിക്കുകയല്ലേ. ഇവിടെയാണെന്ന് ഞാൻ ഓർക്കും, നിലമ്പൂരാണ്ട് വലിയൊരു സുവിശേഷ യോഗം നടക്കുകയാണ്. അവിടെ ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പം വചനം പ്രസംഗിച്ചുകൊണ്ട്, അങ്ങനെ അനേക സന്ദർഭം ഉണ്ടാകാറുണ്ട്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഭൂതാത്മാവിളകിയ ഒരു സ്ത്രീ വളരെ ശക്തിയോട് കുതിക്കുകയാണ്. മുമ്പിലോട്ട് കുതിച്ചു വരിക. നിർത്ത് ഞമറിക്കൊണ്ട് നിർത്ത് എന്നും പറഞ്ഞ് അമ്മറി കയറി വരിക. വലിയ സ്റ്റേജിൻ്റെ മുമ്പിലാണ്. നിർത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് അവൾ അടിച്ചുകൊണ്ടിരിക്കുമ്പം യേശുവിൻ്റെ നാമത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ വിരൽ ചൂണ്ടുമ്പം അവിടെ വിരലിൻ്റെ അഗ്രം, എൻ്റെ വിരലിൻ്റെ അഗ്രത്തിൽ ശൂന്ന് യേശിപ്പോയതേ ഉള്ളൂ, ഇങ്ങനെ തൊട്ടുപോയതേ ഉള്ളൂ. അവൾ കൈ വലിച്ചിട്ട് വിളിച്ചു പോകാൻ തുടങ്ങി. അയ്യോ, പൊള്ളിപ്പോയേ. വല്ലതും മനസ്സിലായോ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാഭിഷേകം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ, നീ പറയുന്ന അന്യഭാഷ സാത്താന്യ ശക്തികളെ കഴിക്കുവാൻ ശക്തിയുള്ളതാ. കൈയടിച്ചോ, അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ദുഷ്ടാത്മ വ്യാപാരങ്ങളെ കരിക്കുന്ന അഭിഷേകമാ. ശക്തിയോടെ എല്ലാവരും സ്തോത്രം പറ, എല്ലാവരും ആരാധിക്കുക. പിശാച് പറഞ്ഞു, അവൻ വെറുതെ അല്ല ഭക്തനായിരിക്കുന്നു. ഒന്ന്, നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. 2, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു മൃഗസമ്പത്തുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഭാഷയെ പറയാം, വെറുതെയാണോ അവൻ സ്തോത്രം പറയുന്നത്? വെറുതെയാണോ ഹല്ലേലൂയ പറയുന്നത്?
വെറുതെയാണോ നിന്നെ സ്നേഹിക്കുന്നത്? എന്തോ ഇതിൻ്റെ കുറവാ. വീടിന് വീട്, കാറിന് കാറ്, മക്കൾ അമേരിക്കയിലും റഷ്യയിലും, ഡോളറും ചെക്കും വരുന്നുണ്ട്, ആരോഗ്യത്തിനും വലിയ കുറവില്ല, ഫ്രിഡ്ജും ടി വി എല്ലാം ഉണ്ട്. അതുകൊണ്ടാ അതൊരു വെല്ലുവിളിയായിരുന്നു. ശ്രദ്ധിക്കുന്നു, പിശാച് വെല്ലുവിളിച്ചു. ഭക്തനായിരിക്കാൻ കാരണം അവന് ദൈവം നന്മ കൊടുത്തത് കൊണ്ടാണ്. തമ്പുരാന എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. തമ്പുരാന് വെല്ലുവിളി സ്വീകരിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നത് ഞാൻ അവന് വീട് കൊടുത്തോണ്ടല്ല, കാറ് കൊടുത്തോണ്ടല്ല, മക്കളെ കൊടുത്തോണ്ടല്ല, ജോലി കൊടുത്തോണ്ടല്ല, നന്മ കൊടുത്തോണ്ടല്ല, ഇതെല്ലാം പോയാലും എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കും. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? തമ്പുരാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നത് നീ പറഞ്ഞ പോലൊന്നും അല്ല. ആദ്യത്തെ വേലി പൊളിച്ചു കൊടുത്തു, തൊട്ടോളാൻ പറഞ്ഞു. ആദ്യത്തെ വേലി വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവം പൊളിക്കാതെ നിന്റെ കോമ്പൗണ്ടിൽ ഒരു അന്യായ ശക്തിക്ക് കാലൂത്താൻ കഴിയില്ല. നീ ദൈവകൃപയിലാണെങ്കിൽ. ചുമ്മാ അവർ ചെയ്തു ഇവർ ചെയ്തെന്നും പറഞ്ഞ് നിലവിളിക്കുകയൊന്നും ചെയ്യരുത്. നീ ദൈവിക പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നിടത്തോളം ഒരു ദുഷ്ടവ്യാപാരത്തിൽ നിന്ന് തൊടുവാൻ കഴിയില്ല. ഞാൻ പഠിച്ച വേദവസം അതാ. വേദവസത്തിൽ ന്യായാധിപ ദിവസത്തിൽ 5 പ്രാവശ്യം ശിംശോനെ ബന്ധിച്ചതായി ഉണ്ട്. 5 തവണ. ഒരു തവണത്തെ ബന്ധനമല്ല, അടുത്ത തവണ അതിനേക്കാൾ വലുതാണ്. 5 തവണ. പലയിടത്താണേ ഉള്ളൂ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവന്മേൽ വന്നെന്നുണ്ട്. തീ തൊട്ട ചണനൂൽ പോലെ ആ ബന്ധനം അഴിഞ്ഞു മാറി. ഓരോ തവണ ബന്ധനം തൂടിക്കൊണ്ടിരിക്കുമ്പോഴും അതിന്മീതെ ദൈവശക്തിയും കൂടിക്കൊണ്ടിരുന്നു. നീ ദൈവകൃപയെന്നാൽ ഒരുത്തനും നിന്നെ ബന്ധിപ്പാൻ കഴിയില്ല, നിന്നെ ഒരുത്തനും ഒതുക്കാൻ കഴിയില്ല. എന്നാൽ അവനെ ബന്ധിച്ചൊതുക്കി. എപ്പോഴാ? അഭിഷേകം പോയപ്പം, പ്രതിഷ്ഠ പോയപ്പം, വിശുദ്ധിന്ന് വീണപ്പം. ദൈവിക പ്രൊട്ടക്ഷൻ നിൽക്കുന്നിടത്തോളം നമ്മെ തൊടുവാൻ സാത്താന് കഴിയില്ല. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇത് ആദ്യത്തെ വേലി വിളിക്കുന്നു. നിനക്ക് അവനെ ഉള്ളതെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു, അവനെ തുടരുത്. സ്തോത്രം. യോബിൻ്റെ പിള്ളേരിരുന്ന് വീട് നേരെ കാറ്റടിച്ചു, വീട് വീണ് മക്കൾ മരിച്ചു. ശെബയർ വന്നു, കൽദയർ വന്നു, ഓരോന്നിനും പിടിച്ചുകൊണ്ട് പോയി. സ്തോത്രം. പക്ഷേ അതിൻ്റെ 21 ലാസ്റ്റ് വാക്ക് ഇങ്ങനെ, ഇവയൊന്നിനാലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിൽ പോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. കൈയൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കണ്ടോ അവൻ ഭക്തി. ഇതാ നമ്മുടെ ചുറ്റുപാട് പലതും നമ്മൾ കാണുന്നുണ്ട്. ഇതാ ഭക്തി. 2-ാം അധ്യായത്തിൽ വീണ്ടും പിശാച് ദൈവത്തിൽ ചെല്ലുന്നു. തുടക്കം ഇതാ. പിന്നെ വായിച്ചോ പെട്ടെന്ന്. യെസ്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പദം വായിക്കുമ്പോൾ ഞങ്ങൾക്കറിയും, നീ വെറുതെ അവനെ ദ്രോഹിച്ചു. ഇപ്പോഴും അവൻ്റെ ഭക്തി ഉണ്ടോ? ആ പദം കേൾക്കണം. പിശാചിനോട് തമ്പുരാൻ ചോദിക്കുക, നീ എൻ്റെ കുഞ്ഞിനെ വെറുതെ നശിപ്പിക്കേണ്ടത് എന്നോട് ആലോചന ചോദിച്ചു. ഇപ്പോഴും അവൻ തൻ്റെ ഭക്തി. കർത്താവ് പറഞ്ഞ പദവാ, വെറുതെ. അവനിപ്പോഴും ഭക്തനാ. അവനുള്ളതെല്ലാം പോയിട്ടും അവൻ്റെ ഭക്തി പോയിട്ടില്ല. ഉടനെ സാത്താൻ പറഞ്ഞ കണ്ണിന് പകരം ത്വക്കിന് പകരം മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുക്കും. തൃക്കൈ നീട്ടി അവനെ ഒന്ന് തൊടെ. അവൻ മുഖത്ത് നോക്കി തേച്ചു പറയും. ഉടനെ തമ്പുരാൻ എന്താ പറഞ്ഞേ? വായിച്ചോ. ഇതാ സാത്താനോട്, ഇതാ കണ്ടോ, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ കൈയൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അവന്റെ പ്രാണനെ തുടരുത്. മുമ്പേ നമ്മൾ എത്ര വേലിയുണ്ടെന്നാ പറഞ്ഞേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, 3 അല്ല, വേലി 4 ഉണ്ട്. നിന്റെ പ്രാണന് ചുറ്റും മറ്റൊരു വേലിയുണ്ട്. പോരാ 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 ശക്തിയോട്. നിനക്കുള്ളതിന് ചുറ്റും അല്ല, നിന്റെ പ്രാണന് ചുറ്റും ഒരു വേലിയുണ്ട്. ആ വേലി പൊളിക്കാതെ നിന്റെ പ്രാണനെ തൊടാൻ ദുഷ്ടന് അവകാശമില്ല.
ഞാൻ കൂടെ കൂടെ പറയും, നിന്റെ മണ്ടയ്ക്കൂടെ പാണ്ടി ലോറി കയറി ഇറങ്ങിയാലും ദൈവത്തിന്റെ സമയത്തിന് മുമ്പ് നിന്നെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, എന്റെ പ്രാണന് ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. ദൈവത്തിന്റെ വേലി. ആ വേലി പൊളിക്കാൻ നിന്റെ പ്രാണനെ തൊടാൻ കഴിയില്ല. നിന്റെ കയ്യിലിരിക്കുന്നു, അവരുടെ പ്രാണനെ തൊടരുത്. ശരീരത്തോടെ തൊടാം, പ്രാണനെ തൊടാൻ കഴിയില്ല. യോബിന്റെ ഉച്ചിമുള്ളങ്കാൽ വരവിടങ്ങളാൽ ബാധിക്കപ്പെട്ടവനായി ഓട്ടൻ കഷ്ണമെടുത്ത് ചാരത്തിലിരുന്ന് അവൻ ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയിലും പിശാച് കയറി. അവളെന്താ ചോദിച്ചേ? നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് എന്നാലെല്ലാം നരകത്തിൽ പോകത്തുള്ളൂ. പിടിച്ചു മരിക്കാനല്ല പറഞ്ഞത്, ത്യജിച്ച് മരിക്കുക. സ്തോത്രം. ഉടനെ അവളെന്താ എന്താ പറഞ്ഞേ? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. നാം ദൈവത്തിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. ഹോവ തന്നു, ഹോവ എടുത്തു, ഹോവയുടെ നാമം. അവിടെ മറ്റൊരു കൊണ്ട് അവൻ സാഷ്ടാംഗം വീണതാ. ഇനി ഡൗൺ. എന്നിട്ടെന്താ? അവൻ സാഷ്ടാംഗം വീണു, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എത്രയൊക്കെ കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും? ഞാൻ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ചില നിങ്ങളെ കാണും. അതിൽ ആരാധനയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അതിൽ സ്തോത്രയാഗം എന്നൊരു അധ്യായം എഴുതാൻ വന്നപ്പോൾ ഞാൻ അമേരിക്കയിൽ വെച്ചാണ് അത് എഴുതുന്നത്. അപ്പം ദൈവം എന്നോട് ചോദിച്ചു, മോനെ നിനക്കറിയാമോ ഈ സ്തോത്രയാഗം എന്താന്ന്? ഈ സ്തോത്രയാഗം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് അല്ലെ ദൈവദാസൻ സ്തോത്രം പറ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതല്ല സ്തോത്രയാഗം. എന്താണ് സ്തോത്രയാഗം? സ്തോത്രയാഗം എന്താണ്? പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്തായി, ആശകളെല്ലാം നിരാശയായി, എല്ലാം കൈവിട്ടുപോയി, മക്കൾ കൈവിട്ടുപോയി, ജോലി പോയി, ആരോഗ്യം പോയി, സമ്പത്ത് പോയി, കടഭാരമേറി, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു ദൈവവേദൽ പറയുന്ന സ്തോത്രമാണ് സ്തോത്രയാഗം. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ആദാമെന്ന് ചോദിക്കും, ഇപ്പം നീ എന്തിനാ ഈ സ്തോത്രം പറഞ്ഞേ? ജോലി പോയില്ലേ? കടഭാരമേറിയില്ലേ? എല്ലാവരും കൈവിട്ടില്ലേ? ഭക്തൻ പറയും, ഇപ്പോഴും എൻ്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട്, എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ട്. എന്നോട് കൈ ഒന്നുയർത്തി ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചു. തക്ക സമയത്ത് യോബിന്റെ ഭാര്യ വന്ന് ചോദിക്കുന്നു, നീ ഇപ്പോഴും ഭക്തനായിരിക്കുകയാണോ? ഞാൻ മണക്കാലയിൽ കൊച്ചാറുള്ള സമയത്താണ് ഇതുപോലെ 2 ദിവസം ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പുതുതായി പഠിക്കാൻ വന്ന വേദശാസ്ത്ര വിദ്യാർത്ഥികളും സഭയെല്ലാം കൂടെ ചേർന്നു. അപ്പോൾ അവിടെ ദൈവവചനം ഇങ്ങനെ പ്രസംഗിച്ച ശേഷം ഏതോ ഈ വിഷയം കയറി വന്നു. അപ്പോൾ അവിടെ ഒരു നമ്മുടെ പഴയ അച്ചായനോടുണ്ടല്ലോ, പി ജി ജേക്കബ് സാർ, അച്ഛനറിയാം, വളരെ സാത്വികനാണ്. എന്നെ നോക്കിയിരിക്കണം. ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് പല വിഷയങ്ങൾ പ്രസംഗിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ നോക്കി ഈ ദൈവവൃത്യം വന്ന് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ കരഞ്ഞുപോയി. അതേ സാറേ, അവരെല്ലാവരും സാറേ വിളിക്കുന്നുണ്ട്. ഈ പി ജി ജേക്കബ് വന്നിട്ട് ശാന്തമായി ചോദിച്ചു, സാറേ 10 കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി സ്ത്രീ ഏറ്റുവാങ്ങി ഇല്ലേ? 10 ഡെഡ് ബോഡി, അവിടെ മക്കളുടെ 10 ഡെഡ് ബോഡി നിരത്തി വെച്ചു. അവളെന്തേലും പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? ഇല്ല. പിന്നെ എപ്പോഴാണ് അവൾ പറഞ്ഞേ? അവിടെ ഭർത്താവിൻ്റെ വേദന കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ വന്നില്ല. തൊടണ്ടിടത്ത് തൊട്ടപ്പോൾ അവൾ പറഞ്ഞിപ്പോഴും നീ ഭക്തയായിരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, ഇനി മേലാൽ യോബിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തത്തില്ല. ഇത്ര അവൾ സഹിച്ചില്ലേ? നമ്മളാണ് നിൽക്കുവോ? എല്ലാം നഷ്ടപ്പെട്ട് അവിടെ പ്രിയപ്പെട്ടവൻ്റെ വേദന കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ത്രീ പറഞ്ഞു, നീ ഇപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്തുക? നീയാണ് നിൽക്കുവോ? ഇതാണ് ഭക്തി. അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. കൈ ഒന്നുയർത്തി ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം. ഞാൻ വാക്കുകൾ നിർത്തി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങാൻ പോവാ. യോബിനെല്ലാം പോയി. അവസാനം യോബ് പറഞ്ഞു,
എൻ്റെ ത്വക്കിങ്ങനെ ചെയ്ത ശേഷം പറഞ്ഞാട്ടെ, ഞാൻ ദേഹസഹിതനായ എൻ്റെ ദൈവത്തെ കാണും. അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. അവനൊടുവിൽ പൊടിമേൽ നിൽക്കുവാൻ അറിയുന്നു. എന്നെ നോക്കിയ ദൈവമക്കളെ, യോ പറഞ്ഞ് എന്താ പറഞ്ഞറിയാം. എന്നെ നോക്കിയേ, യോ പറഞ്ഞ് കർത്താവേ മതി, അപ്പച്ച മതി, എനിക്കിനി അങ്ങ് വന്നാൽ മതി. തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞു, മോനെ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതൊക്കെ എന്താന്ന്, ഇങ്ങ് വരാനല്ലേ, ഞാൻ നിന്നെ കൊണ്ടുവരും, പക്ഷെ ഇപ്പോൾ കൊണ്ടുവരില്ല. ആരോടൊക്കെയോ ദൂത് പരിശുദ്ധാത്മാ പറയാം, ഇപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവരില്ല. നീ എവിടെ അപമാനിക്കപ്പെട്ടോ, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ, നീ എവിടെ വേദനിക്കപ്പെട്ടോ, ആരൊക്കെ നിന്റെ ഭക്തിയെ ചോദ്യം ചെയ്തോ, അവൻ്റെ നടുവിൽ നീ ഒരു ഭക്തനെന്ന് തെളിയിക്കാതെ ഞാൻ നിന്നെ കൊണ്ടുവരില്ല. ഓ, ശക്തിയോടെ കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ. നീ വേദനപ്പെട്ടിടത്ത്, നീ അവമാനിക്കപ്പെട്ടിടത്ത്, നീ കരഞ്ഞെടുത്ത്, നീ സങ്കടപ്പെട്ടിടത്ത്, ഓ ക്ഷമ റഖുനിയ, നീ ഒരു ഭക്തനാണെന്ന് തെളിയിച്ചിട്ടേ എൻ്റെ ദൈവം നിന്നെ കൊണ്ടുപോകുകയുള്ളൂ. ശക്തിയോടെ അന്യഭാഷ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ എവിടെ വേദനിച്ചോ, നീ എവിടെ കരഞ്ഞോ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ തള്ളപ്പെട്ടോ, ആര് നിന്നെ കരയിപ്പിച്ചോ, ആര് നിന്നെ വേദനിപ്പിച്ചോ, ആര് നിന്നെ സങ്കടപ്പെടുത്തിയോ, അവിടെ നടുവിൽ നീ ഒരു ഭക്തനാണ് ദൈവം തെളിയിക്കും. ശക്തിയോടെ അന്യഭാഷ കരങ്ങളടിച്ച് അന്യഭാഷയിൽ ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തൂ. അതിനോടൊപ്പം കർത്താവ് പറഞ്ഞ ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് കഴിഞ്ഞ കർത്താവ് പറഞ്ഞതാണ്, വേദവസത്തിലുള്ള വാക്യം വെച്ചേ ഞാൻ പറയൂ, ചിലത് കാണിക്കാതെ ദൈവം തൻ്റെ ഭക്തന്മാരെ എടുക്കുകയില്ല. ചിലപ്പോൾ ചിലത് കാണിക്കാതെയോ കൊണ്ടുപോകും. ഞാനീ പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറയുന്നതേ, ഞാനൊരു തിയറി പ്രസംഗിക്കുകയല്ല, എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ഇത് നെഞ്ചു പിടിച്ചെനിക്ക് പറയാൻ തൻ്റെ ഇടമുണ്ട്. കർത്താവ് പറഞ്ഞു, ചിലത് കാണാതെ ദൈവം ചിലരെ കൊണ്ടുപോയില്ല. ചിലപ്പോൾ ദൈവം ചിലത് കാണിക്കാതെ ഭക്തനെയും കൊണ്ടുപോകും. രാജാവിനോട് പറഞ്ഞു, നീ സമാധാനത്തോട് നിന്റെ പിതാക്കന്മാരോട് ചേരും, എന്നാൽ ഈ നരത്തിന് വരുന്ന അനർത്ഥം നീ കാണുകയില്ല. ഓ, അതിനു മുമ്പേ ഞാൻ നിന്നെ കൊണ്ടുപോകും. മെതുശലേക്ക് അവൻ്റെ മരണത്തിൽ അത് ഐക്യപ്പെട്ടു. ഈ വഷളത്വം ഉള്ള തലമുറ ന്യായവിധി കാണാൻ നിന്നെ ഞാൻ വെക്കില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഈ യാക്കോബ് പറഞ്ഞ എൻ്റെ തലമുറയുടെ നന്മ ഞാൻ കാണില്ല. യോസേഫിൻ്റെ കൂടെ ഇല്ല. ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. തലമുറയുടെ നന്മ കാണില്ലെന്ന് ചിന്തിച്ച യാക്കോബ് യോസേഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞൊരു പദം വായിച്ചാൻ കരയും. മകനെ യോസേഫേ, നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല, നിൻ്റെ തലമുറയും കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ നിങ്ങളുടെ ആരുടെയും തലയിൽ കൈവച്ച് പ്രവചിക്കുന്നില്ല, പക്ഷെ പ്രവചനത്തോട് ഞാൻ പറയട്ടെ, നിന്റെ തലമുറയുടെ നന്മ പോലും നിന്നെ കാണിക്കത്തില്ലെന്ന് ദോഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. കരങ്ങളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. അതെ, ചിലത് കാണാതെ, ചിലത് കാണിക്കാതെ ദൈവം നിന്നെ കൊണ്ടുപോകില്ല. ചിലത് കാണിക്കാതെ ദൈവം ഭക്തനെ കൊണ്ടുപോകും. എന്നാൽ ചില നന്മകൾ കാണാതെ ദൈവം നിന്നെ കൊണ്ടുപോകില്ല. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:1. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിലെടുത്തി പ്രവാചകന്റെ കയ്യിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യജമാനനെ പറ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ, കണ്ടോ, അവൻ എൻ്റെ ഭർത്താവിനേക്കാൾ നിന്റെ ദാസനായിരുന്നു. നിന്റെ ദാസനതിനേക്കാൾ അവൻ യഹോവ ഭക്തനായിരുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഭാര്യ പറഞ്ഞു കേട്ടോ, എൻ്റെ ഭർത്താവ് ഭക്തനായിരുന്നു.
അതാ ഞാൻ മുമ്പേ പറഞ്ഞു, അതാ സാക്ഷ്യം. എല്ലാവരും എഴുന്നേറ്റാട്ട്. നമ്മൾ ഒത്തിരി കാലമായി കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി വരാം. പക്ഷെ ഇന്ന് രാവിലെ ഒന്നുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു, കണ്ണടച്ചു, പ്രാർത്ഥിച്ചു. നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണം, എൻ്റെ പപ്പ ഭക്തനായിരുന്നു, എൻ്റെ മമ്മി ദൈവഭക്തയായിരുന്നു. ആ സാക്ഷ്യം പ്രാപിപ്പാൻ കഴിയുന്നുണ്ടോ? കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, കർത്താവേ, എൻ്റെ തലമുറയുടെ മുമ്പിൽ ഭക്തനായി ജീവിച്ച് അവസാനിക്കണം. അതിന് കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. ഒരു ഭക്തനായി ജീവിച്ച് അവസാനിക്കണം, ഒരു ഭക്തയായി ജീവിച്ച് അവസാനിക്കണം. കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. യോബിന്റെ നന്മകളെ അപകരിച്ചത് കാറ്റായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ദൈവകരം നമ്മെ തൊടുന്ന പകലാണ്. അവൻ്റെ നന്മകളെ കൊണ്ടുപോയത് കാറ്റായിരുന്നു. യോബിന്റെ പുസ്തകം ആരംഭിക്കുന്ന കാറ്റോടുകൂടെയാണ്. അവൻ്റെ മക്കളിൽ നിന്ന് വീടിന് ചുറ്റും കാറ്റടിച്ചത്, വീണവർ പോയി. യോബിന് കാറ്റിനെ ഭയമായി, എല്ലാം കാറ്റ് കൊണ്ടുപോയി. അവസാനം യോബിന്റെ കയ്യിൽ ഒരു ഓട്ടുകഷ്ടം മാത്രമേ ഉള്ളൂ. ഒരു എഴുത്തുകാരൻ എഴുതിയത്, കാറ്റടിക്കുമ്പോഴൊക്കെ അവൻ ഓട്ടുകഷ്ടത്തെ മുറുകെ പിടിക്കും, ഇതുകൂടെ പോകരുത്. അങ്ങനെ കാറ്റിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്ന യോബ് ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ പുസ്തകം അവസാനിക്കും മുമ്പ് മറ്റൊരു കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റിൽ യഹോവയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഹാളിൽ വന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാ പറയുന്നു, കാറ്റ് കൊണ്ടുപോയത് മറ്റൊരു കാറ്റ് മടക്കിക്കൊണ്ടുവരാൻ പോകുകയാണ്. ദോഷ്ട പിശാചടിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ യഹോവയടിപ്പിക്കുന്ന കാറ്റിൽ നിന്റെ നന്മകൾ മടങ്ങി വരാൻ പോകുകയാണ്. കരങ്ങളുടെ അന്യഭാഷ സ്തോത്രം പറഞ്ഞു. കാറ്റ് കൊണ്ടുപോയത് കാറ്റ് കൊണ്ടുവരും. പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ തലമുറ പോയെങ്കിൽ, നിന്റെ നന്മ പോയെങ്കിൽ, നിന്റെ ആരോഗ്യം പോയെങ്കിൽ, യഹോവയുടെ കാറ്റ് ഇവിടെ അടിച്ചു തുടങ്ങുന്നു. ദൈവത്തിന്റെ കാറ്റ് ഇവിടെ അടിച്ചു തുടങ്ങുന്നു. യഹോവയുടെ കാറ്റ് വീശുക, യഹോവയുടെ കാറ്റ് വീശുക, ദൈവത്തിന്റെ കാറ്റ് വീശുക. ദൈവത്തിന്റെ കാറ്റടിക്കുന്ന ഇന്ന് രാത്രി ഇവിടെ അടിച്ചു തുടങ്ങട്ടെ. ശബ്ദനായ കാറ്റ് കൊണ്ടുപോയത് കാറ്റ് മടക്കി കൊണ്ടുവരുന്നു. എല്ലാവരും അന്യഭാഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ട പിശാചടിപ്പിച്ച കാറ്റിൽ നിന്റെ നന്മകൾ പോയെങ്കിൽ, ഇതാ ദൈവം അടിപ്പിക്കുന്ന കാറ്റിൽ ആ നന്മകൾ മടങ്ങി വരുന്നു. Udamana Vaidamana Hatunaba Lamtuna Ribala Dimabama Hatunaba Lamanu Rababa Shamanaba Lakada. Shamanam Tarabau Damalam to the Gala Rababo Shamaba Rababa Rabalau Dimana. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പകൽ എത്ര പേർ സമർപ്പിക്കും? ഒരു ഭക്തനായി ജീവിച്ച് ഭക്തനായി അവസാനിക്കണം. എനിക്ക് ഞാൻ ജീവിക്കും ചിരിക്കുമ്പോഴോ കണ്ണടയുമ്പോഴോ എൻ്റെ തലമുറ എന്നെ ഓർക്കുമ്പോഴോ കണ്ണ് നിറയണം. അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. കർത്താവ് എന്നെ സമർപ്പിക്കുന്നു പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എനിക്ക് ഭക്തനായി ജീവിച്ച് ഭക്തനായി തീരണമെന്നത് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് പിടിക്കൂ. മുറ്റു ഞാൻ തരും നീന ഭൂനിക്ഷേപം മുഴുവൻ ദേഹം നിന്റെ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. ശരണ കർത്താവേ വാഴ്ത്തപ്പെട്ട
എന്നെ ഞാൻ വാരുന്നു ക്രൂശിങ്കൽ സാധുശീലൻ കുരുട് സർവവും എനിക്കെച്ചിൽ പൂർണ്ണരക്ഷകാണും ഞാൻ. ഒരിക്കൽ കൂടെ ശരണം ശരണോ എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കരുണ ഞങ്ങളെ തൊടണമേ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണമേ. എല്ലാവരും അങ്ങേ സ്നേഹിപ്പാൻ, എല്ലാവരും അങ്ങേ ബഹുമാനിപ്പാൻ, അങ്ങേ ഭയപ്പെടുവാൻ, അങ്ങേ അനുസരിപ്പാൻ കൃപ തരണമേ. ഞങ്ങളുടെ തലമുറകളെ അവിടുത്തെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവരിപ്പോൾ എവിടെയൊക്കെയാ, അവിടെ ശക്തി വ്യാപരിക്കണമേ. അവിടുത്തെ കര അവരെ തൊടണമേ. ഞങ്ങളുടെ പുസ്തകം അവരെടുക്കട്ടെ. ഞങ്ങൾ സേവിക്കുന്ന കർത്താവിനെ ഇവർ സേവിക്കട്ടെ. ആദ്യം വരെ വിശ്വസ സാക്ഷികളായി നിൽക്കട്ടെ. അവിടെ കൈ അവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.